കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് PSC മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷൻ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. പരമാവധി പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ്സുകൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് PSC കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച്. ഓഡിയോ ഒക്കെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് സൂചിപ്പിക്കുക കേട്ടോ. ക്ലാസ് നന്നായി ഇന്ററാക്റ്റീവായി കൊണ്ടുപോകാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലേക്ക് കിടക്കാം. ഏതെങ്കിലും ക്വസ്റ്റ്യനകത്ത് ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിലോ, ഏതെങ്കിലും ഒരു പോർഷൻ വീണ്ടും പറയണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഡൗട്ട്സ് ചോദിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും PSC ചോദിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറച്ചാളുകളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണ് പോയത്. ഇത് കുറച്ചും കൂടെ നമുക്ക് പഠിപ്പിച്ച ടോപ്പിക്കിനേക്കാൾ കുറച്ചുകൂടെ, അതായത് ഇതൊരു ഡിഗ്രി ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വൈഡ് റേഞ്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഒരുമിച്ച് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ അതിന്റെ ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു 10 സെക്കൻഡ് സമയം നിങ്ങൾക്ക് തരുന്നുണ്ട്. ജസ്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുക. വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ഓക്കെ, ആൻസർ കിട്ടിയ ആൻസർ കിട്ടിയോ? രണ്ടാളുകളെങ്കിലും മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയാൻ ശ്രമിക്കുക. ഓക്കെ, ആർക്കും കിട്ടിയില്ലേ? സിമ്പിൾ ചോദ്യമല്ലേ? നമ്മൾ നിരന്തരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ്. എന്താണ്? കേട്ടില്ല, ആരും പറയുന്നത് കേട്ടില്ല. എല്ലാം ശരിയാണോ? ഓക്കെ, എല്ലാം ശരിയാണോ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, എല്ലാം ശരിയാണോ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് പുട്ട് ഫോർവേഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ജവഹർലാൽ നെഹ്റു എന്നാണ് പറയുന്നത്. അതായത് നെഹ്റു ആണ് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്നുള്ള ആവശ്യം ആദ്യമായിട്ട് മുൻപോട്ട് വെക്കുന്നതെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെഹ്റു ആണോ അല്ലെന്ന് പരിശോധിക്കണം. അപ്പൊ അതിനകത്ത് നമുക്ക് കൗണ്ടർ ചെയ്യേണ്ട സാധനം നെഹ്റു ആണോ എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, രണ്ടാമത് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ അസംബ്ലി വാസ് 389. അപ്പൊ ആ ഒറ്റ ഒരു കൗണ്ടറിംഗ് പോസിബിലിറ്റി ഉള്ളൂ. 389 പേരാണോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പർമാരായിട്ട് ഉണ്ടായിരുന്നവർ എന്നുള്ളതാണ് നമുക്ക് സംശയം. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. മഹാത്മാഗാന്ധി വാസ് എ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഓക്കെ, അത് നമുക്ക് ഗാന്ധി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മെമ്പർ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ പ്രധാന ഒരു ലീഡർഷിപ്പിലേക്ക് ഗാന്ധി വന്നാനെ. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് നെഹ്റു അല്ല ഇതിനാദ്യമായിട്ട് മുൻപോട്ട് വെക്കുന്നത്. നമുക്കറിയാം 1934 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണം എന്ന് ആശയം മുൻപോട്ട് വെക്കുന്നത് 1934. അത് ഒരു പത്രത്തിലൂടെയാണ്, ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന ഒരു പത്രത്തിലൂടെയാണ്. ജസ്റ്റ് ആവശ്യമുള്ളവർ നോട്ട് വെക്കുക കേട്ടോ. ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന ഒരു പത്രത്തിലൂടെയാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആദ്യമായിട്ട് വേണം എന്നൊരാൾ മുൻപോട്ട് വെക്കുന്നത്. മുൻപോട്ട് വെച്ച ആളുടെ പേര് MN റോയ് എന്നാണ് കേട്ടോ. MN റോയ് എന്നാണ്. ഈ MN റോയ് ആരാന്ന് അറിയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായ MN റോയ് ആണ് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പത്രത്തിലൂടെ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന് 1934 മുമ്പോട്ട് വെക്കുന്നത്. അല്ലാതെ അത് നെഹ്റു അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഈ MN റോയിയെ പറ്റി മനസ്സിലാക്കിയിരിക്കുക. MN റോയ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നൊക്കെയാണ്. നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നൊക്കെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗമായിരുന്ന ഇന്ത്യക്കാരനാണ്. അങ്ങനെ ഈ പറയുന്ന നമ്മുടെ പീപ്പിൾസ് പ്ലാൻ, ഇന്ത്യ നടപ്പിലാക്കിയ പീപ്പിൾസ് പ്ലാൻ, ജനകീയാസൂത്രണ പദ്ധതി എന്നൊക്കെ വിളിക്കുന്ന അതിന്റെയൊക്കെ പിതാവ്, ജനകീയാസൂത്രണത്തിന്റെ പിതാവ് എന്നൊക്കെ വിളിക്കുന്നത് ഈ MN റോയ് ആണ് കേട്ടോ. ഇപ്പം MN റോയ് ആണ്
ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന് മുമ്പോട്ട് വെക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കിട്ടിയേ. ഓക്കെ, അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് കിട്ടിയപ്പോൾ ഓൾ ഓഫ് ദ എബവ് പോയി. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടി കേട്ടോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് എടുത്തപ്പോൾ തന്നെ ഓൾ ഓഫ് ദ എബവ് പോയി, ഒള്ളി 1 and 2 പോയി, ഒള്ളി 1 പോയി. അപ്പൊ ഉത്തരം 2 ഉത്തരം ഒള്ളി 2 ആണ് ഉത്തരം. ഓക്കെ, അതായത് അതിന്റെ അർത്ഥം ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ അസംബ്ലി വാസ് 389. 389 പേരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പർമാരായിട്ടുള്ള ആകെ ആളുകൾ. പക്ഷെ അതിൽ നിന്ന് നമുക്ക് പല ക്വസ്റ്റ്യൻസും ഈ ഒരു എണ്ണത്തിൽ നിന്ന് പല ക്വസ്റ്റ്യൻസും നമുക്ക് വരാറുണ്ട്. ഇതിനകത്ത് എത്ര ഇന്ത്യക്കാരുണ്ടായിരുന്നു, എത്ര ഓക്കെ പാർട്ടീഷന്റെ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു, പാർട്ടീഷന് ശേഷം എത്ര പേരുണ്ടായിരുന്നു, ഇതിനകത്ത് എത്ര മലയാളികൾ ഉണ്ടായിരുന്നു, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകണം കേട്ടോ. ഇതിന് ശേഷം എത്ര പേരുണ്ടായിരുന്നു. ഓക്കെ, പാർട്ടീഷന് ശേഷം 299 ആളുകളിലേക്ക് ഇത് ചുരുങ്ങി. നോട്ട് ചെയ്ത് വെച്ചേക്കണേ, ഈ ഒരു നമ്പർ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. പാർട്ടീഷന് ശേഷം ഇത് 299 ആളുകളിലേക്ക് ചുരുങ്ങി കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ഈ 389 17 സ്ത്രീകൾ ഉണ്ടായിരുന്നു, 17 വുമൻസ് ഉണ്ടായിരുന്നു. ഈ 299 15 വുമൻസ്. 2 വുമൻസ് ആണ് പാകിസ്ഥാനിലേക്ക് പോയത് നമുക്ക് മനസ്സിലായി. ഈ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. 389 ആണ് ടോട്ടൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പർമാരുടെ എണ്ണം. അത് ആഫ്റ്റർ പാർട്ടീഷൻ 299 ആയി. ഇനി 389 ടോട്ടൽ 17 വുമൻസ് ഉണ്ടായിരുന്നു. അത് പാർട്ടീഷന് ശേഷം 2 വുമൻസ് പാകിസ്ഥാനിലേക്ക് പോയി. ബാക്കി 15 മെമ്പേഴ്സ് ആണ് വുമൻസ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി അതിന്റെ മെമ്പർ അല്ലായിരുന്നു. പഠിച്ചു വെക്കുക, മഹാത്മാഗാന്ധി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പർ അല്ല കേട്ടോ. ആ സമയത്ത് അദ്ദേഹം പങ്കെടുക്കാനൊക്കെ വിസമ്മതിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അദ്ദേഹം മറ്റുള്ളവർ പങ്കെടുക്കട്ടെ എന്നൊരു നിലപാടിലാണ് പുള്ളി നിന്നത്. അത് പുള്ളി എന്തല്ല, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മെമ്പർ അല്ല. ഓക്കെ ആണല്ലോ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ആദ്യത്തെ ചോദ്യമാണ് ഇത്ര ഡീറ്റെയിൽഡ് പറഞ്ഞ്. വരാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകത്തുള്ളൂ. ഓക്കെ, ഇതിനകത്തുള്ള മലയാളികൾ എത്ര പേരായിരുന്നു പഠിച്ചു വെക്കണം കേട്ടോ. ആകെ മലയാളികളുടെ എണ്ണം 17 ആകെ മലയാളികളുടെ എണ്ണം 17. ഇവരാരെങ്കിലും പാകിസ്ഥാനിലേക്ക് പോയോ? ആരും പാകിസ്ഥാനിലേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെ ഈ 299 എത്ര പേരുണ്ട്? 17 മലയാളികൾ തന്നെ ഉണ്ട്. അതിനകത്ത് 3 വുമൻസ് ആണ്. വുമൻസിന്റെ പേര് പഠിച്ചു വെക്കുക. 3 വുമൻസ് ആനി മസ്ലിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, അങ്ങനെ 3 വനിതകളാണ്. ഇവരുടെയൊക്കെ പ്രത്യേകതകളൊക്കെ PSC മൾട്ടിപ്പിൾ തവണ ചോദിക്കാറുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കുക. ഈ നമ്പറുകളുടെ ഒരു കളിയുണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഡേറ്റുകളുടെ ഒരു കളിയും കൂടെ ഉണ്ട്. അത് രണ്ടും പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ, വിചാരിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ താഴെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. തെറ്റിപ്പോയെന്ന് വെച്ച് പറയാതിരിക്കണ്ട. നിങ്ങൾ തെറ്റിപ്പോയും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു കേട്ടോ, നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ലേ. ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആൻസർ എന്ന് പറയാൻ പാടില്ല. ചുമ്മാ പറയാം ആൻസർ. ഇപ്പൊ ആൻസർ ഇല്ല. ഇപ്പൊ പോട്ടെ, കുഴപ്പമില്ല, പറഞ്ഞോ. പറഞ്ഞേക്കുന്നു. വേറെ ഓപ്ഷൻ ഉണ്ടോ? ഡി ആണ്. ഡി എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഡി ആണ് കേട്ടോ. ഓൾ ഓഫ് ദ എബവ് ആണ്. ഇതിന്റെ ഒരു ലോജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ മൊത്തത്തിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ ആർട്ടിക്കിൾ 26 എന്താണെന്ന് നമുക്ക് അറിയായിരിക്കും. ഇപ്പം ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെ എന്തിനെ സംബന്ധിച്ചുള്ളതാ?
ഏത് ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് 25 to 28? ഏതാണേ? ഈ റിലീജിയനുമായി ബന്ധപ്പെട്ട റൈറ്റ് ആണ്. ഇപ്പൊ ഓക്കെ, 6 ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് നമുക്കറിയാം 14 to 18 എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. അതിനുശേഷം വരുന്നത് 19 to 22 വരുന്നുണ്ട്. പിന്നെ 23, 24 വരുന്നുണ്ട്. പിന്നെ 25 to 28, 29, 30. ഇങ്ങനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. പിന്നെ 32 വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ഐഡിക്കകത്താണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കണം. ഇത് ചോദിച്ചിരിക്കുന്നത് റിലീജിയസ് അഫെയറുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യത്തിന് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അകത്തുനിന്നാണ്. അപ്പം 25ഉം 26ഉം നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിലെ എല്ലാ ആർട്ടിക്കിൾസും പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. കാരണം അതിന് മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്ക് പോയാലും ഫണ്ടമെന്റൽ റൈറ്റിന്റെ ചോദ്യം കാണാൻ പറ്റും. ഓക്കെ, 26 എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 26 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള ഒരു റിലീജിയസ് ഡൊമിനേഷന് വേണ്ടി, റിലീജിയസ് ഡൊമിനേഷൻ, അതായത് ഇപ്പം നമ്മുടെ ശബരിമല വെഡിക്റ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഭയങ്കര കോൺട്രവേഴ്സി നിലനിന്നൊരു സാധനമാണ് ഈ ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത്. അതായത് ശബരിമലയിൽ പോകുന്ന ഭക്തരെ ഒരു റിലീജിയസ് ഡൊമിനേഷനായിട്ട് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. ആർട്ടിക്കിൾ 26 പ്രകാരം ഒരു റിലീജിയസ് ഡൊമിനേഷൻ രൂപീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ റിലീജിയസ് അഫേഴ്സിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്താണ് ഈ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, എങ്ങനെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മൾ പഠിച്ചു വെക്കുക. ഇത് ഫിലോസഫിക്കൽ പാർട്ടിയിൽ ഒരു ചോദ്യമാണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അബ്സല്യൂട്ട് അല്ല. അബ്സല്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഘട്ടത്തിലും നമുക്ക് അനുവദിച്ചു തരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആ വാക്ക് നോട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് അബ്സല്യൂട്ട് അല്ല. ഓക്കെ, നേരെ മറിച്ച് എന്താണ്, ലിമിറ്റഡ് ആണ്. എന്തിന് ലിമിറ്റഡ് ആണ്? ആ എന്തിന് ലിമിറ്റഡ് ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ പബ്ലിക് ഓർഡർ, അതായത് സാധാരണ ജനങ്ങളുടെ ആളുകൾക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഫണ്ടമെന്റൽ റൈറ്റ് ലിമിറ്റഡ് ആണ്. അതേപോലെ എന്തെങ്കിലും മൊറാലിറ്റി, ഹെൽത്ത് ഇഷ്യൂ, ഇപ്പൊ നമുക്കറിയാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരിക. പെട്ടെന്ന് എന്തൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്വാമീനെ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ അസുഖം മാറും. അത് ഏതിനെതിരാണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഇതിനെതിരാണ്. അപ്പൊ ആ ആൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും, എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, എനിക്ക് അസുഖം വന്നാൽ എവിടെ പോയി ചികിത്സിക്കണം എന്നുള്ളത് എന്റെ ഫണ്ടമെന്റൽ റൈറ്റാ എന്ന് പറയും. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് ഹെൽത്ത് പോലെയുള്ള കാര്യങ്ങൾക്കകത്ത് ആർട്ടിക്കിൾ 26 അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ ഈ ഇത്തരത്തിലുള്ള എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിനും കുറേയധികം ലിമിറ്റേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള 3 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 26-ന് ഈ 3 റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എല്ലാ ഫണ്ടമെന്റൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നോളജിൽ അല്ലെങ്കിൽ ലോജിക്കിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ശരിയെടുക്കുക. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിനും റീസണബിൾ റെസ്ട്രിക്ഷൻസ് അതിന്റെ പറയുന്നത്. അബ്സല്യൂട്ട് അല്ല, പിന്നെ എന്താണ്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ് എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിനും ഉള്ളത് കേട്ടോ. ഈ 2 വാക്കും നോട്ട് ചെയ്ത് വെക്കണേ, കാരണം ഇപ്പോഴത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഒരു ഫിലോസഫിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് അല്ലെന്നും അത് റീസണബിൾ റെസ്ട്രിക്ഷൻസിന് വിധേയമാണെന്നും പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 26-ന്റെ 3 റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ള പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ആർട്ടിക്കിൾ 26 എന്താണെന്നും ആർട്ടിക്കിൾ 26-നകത്ത് ഈ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയാണ് ആർട്ടിക്കിൾ 26 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് നമ്മള്. നോക്കിക്കേ, എളുപ്പത്തിൽ കിട്ടും. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 2 and 3 എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, സി. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻ സി. 3 ഓക്കെ, 48 ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ?
ഓക്കെ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓൾ ഓഫ് ദ എബോവ് എന്നുള്ള ഓപ്ഷൻ തന്നെ ഉണ്ടോ? ഓൾ ഓഫ് ദ എബോവ് ഓപ്ഷൻ എല്ലാം ഉണ്ടോ? ഡി. ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഓൾ ഓഫ് ദ എബോവ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ആർട്ടിക്കിൾ 31A എന്ന് പറയുന്നത് അത് ഏത് പാർട്ടിൽ നിന്നുള്ളതാ? ഏത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണോ, DPSP ആണോ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണോ? ഇത് ഫണ്ടമെന്റൽ റൈറ്റ്. സ്വത്തവകാശല്ലേ? ഇത് സത്യത്തില് 31 എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ നേരത്തെ എഴുതിയപ്പോഴും നമ്മൾ ഈ മുകളിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയത് ഇത്രയും കാര്യങ്ങൾ എഴുതിയേക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ 32 കണ്ടോ? 30 കഴിഞ്ഞിട്ട് പിന്നെ 31 നമ്മൾ എഴുതിയിട്ടില്ല, 32 എഴുതിയേക്കുന്നത്. അതായത് 31 എന്ന് പറയുന്നത് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് പിന്നെ എന്തുമായി ബന്ധപ്പെട്ടിട്ടല്ല, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഓക്കെ, ഇതിനെ PSC ഇപ്പോഴത്തെ ഈ ചില അക്വിസിഷൻസ് ഓഫ് എസ്റ്റേറ്റിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പം ചിലപ്പം ഇന്നത്തെ സാഹചര്യം ക്യാൻസൽ ചെയ്യാം. കാരണം PSCയുടെ നിലവിലുള്ള ചോദ്യങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ക്യാൻസലേഷന് പോവുകയാണ്. അതൊക്കെ വിട്. അപ്പം 31 നിലവിൽ നമ്മൾ എടുക്കത്തില്ല. കാരണം 31A എന്ന് പറയുന്നത് അതിപ്പോ ഒരു ലീഗൽ റൈറ്റ് ആണ്. സ്വത്തവകാശം എന്ന് പറയുന്നത് നമുക്കറിയാം. 300A എന്ന് പറയുന്ന ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് സ്വത്തവകാശത്തെ മാറ്റിയിട്ടുണ്ട്. 31Aയിൽ പറഞ്ഞിരുന്നത് അക്വിസിഷൻ ഓഫ് എസ്റ്റേറ്റുകളെ പറ്റിയൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, നമുക്ക് 40 ഉത്തരം ഇതാണ് only 2 and 3 ആണ്. 31A എന്ന് പറയുന്നത് 300Aയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. അത് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും അല്ലെങ്കിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടൊന്നും ആ നിയമം ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ഇനി 48A എന്ന് വെച്ച് കഴിഞ്ഞാൽ 48 എന്താണ്? 48 ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ്? DPSP ആണ് അല്ലെ? DPSP ആണ് 48 എന്ന് പറയുന്നത്. ഓക്കെ, DPSP ഇത് ഏത് DPSP ആണ് 48 എന്ന് പറയുന്നത്? അല്ലല്ല, നമ്മൾ DPSP ആണ്. DPSP ക്ക് കൂറുമാറ്റം ഒന്നുമില്ല കേട്ടോ. ഗാന്ധിജി. ഓ, അങ്ങനെ ചോദിച്ചല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് കൊണ്ട് വരുന്നതാണ്. മൃഗസംരക്ഷണം അതൊക്കെ വരുന്നല്ലേ സാർ? പരിസ്ഥിതി സംരക്ഷണം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാല് ഈ ഈ കൗ സ്ലോട്ടറിംഗ് എന്ന് പറയുന്ന ഒരു സാധനം, കൗ സ്ലോട്ടറിംഗ് നിരോധിക്കണം എന്ന് പറയുന്ന ആ ഒരു ഗാന്ധിയുടെ ഒരു അഭിപ്രായം, ആ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ 48 ആണ് കേട്ടോ. നമ്മുടെ ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും DPSPക്ക് അകത്ത് മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും 40, 44, 48 ഈ 3 ആർട്ടിക്കിളിൽ പഠിച്ചിട്ട് വേണം പോകാൻ. 40 എന്ന് പറയുന്നത് വില്ലേജ് പഞ്ചായത്തുകളെ പറ്റിയാണ്. വില്ലേജ് പഞ്ചായത്ത്. ഓക്കെ, വില്ലേജ് പഞ്ചായത്തുകളെ പറ്റിയാണ്. 44 എന്ന് പറയുന്നത് നിലവിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി നടക്കുന്ന UCC, യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ചാണ്. 48 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനും ഒപ്പം തന്നെ കൗ സ്ലോട്ടറിങ്ങിനെ പറ്റി. 48 എന്ന് പറയുന്നത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനെ പറ്റിയും കൗ സ്ലോട്ടറിങ്ങിനെ പറ്റിയും പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് 48 എന്ന് പറയുന്നത് കേട്ടോ. ഈ 3 വേറൊന്നും ഓർക്കാൻ പറ്റിയില്ലെങ്കിലും ഈ 3 ഓർത്തിരിക്കുക. ഓർക്കാനുള്ള 40, 44, 48. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും പിന്നെ ഏതാ പറഞ്ഞ മനസ്സിലായി? ഗോവധ നിരോധനം. ഹൗസ് ലോട്ടർ ആൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ കേട്ടോ. നമ്മൾ പഠിക്കുന്നൊരു വെറുതെ പഠിക്കുന്ന ഒരു കോഡുണ്ട് കേട്ടോ. ഈ 8 നമ്മളൊരു പഴഞ്ചൊല്ല് പറയല്ലോ, വീട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നൊക്കെ നമ്മൾ പഴഞ്ചൊല്ല് സാധാരണ മലയാളത്തിലുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ആ പഴഞ്ചൊല്ല് ഓർത്തിരിക്കുക. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പഴഞ്ചൊല്ലുണ്ട് മലയാളത്തില്. അപ്പൊ 48 എന്ന് പറയുന്നത് ഏട്ടിലെ പശു എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കുക. ഓക്കെ, കേട്ടെന്ന് പറഞ്ഞുള്ളൂ, ഓർത്തിരിക്കേണ്ടവർക്ക് ഓർത്തിരിക്കുക. ഇത് നിർബന്ധം പഠിച്ചു പറയുന്നത്. ഇത് മൾട്ടിപ്പിൾ തവണ PSC ചോദിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം കഴിഞ്ഞ പരീക്ഷയ്ക്ക്, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനാണെങ്കിലും ഈ ആർട്ടിക്കിൾ 40 ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ, അതായത് മിനിഞ്ഞാന്ന് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനും ആർട്ടിക്കിൾ 40 എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഈ വില്ലേജ് പഞ്ചായത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പഞ്ചായത്തി രാജ് ആക്ട് വന്നേക്കുന്നത് ഈ ആർട്ടിക്കിൾ 40 നിന്നാണ്. ഇപ്പൊ ആർട്ടിക്കിൾ 73, 74 നമ്മൾ പഠിച്ചിട്ടുണ്ട്.
കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 73-74. ഈ 73-74 വന്നേക്കുന്നത് ഈ DPSP നിന്നുള്ള ആർട്ടിക്കിൾ 40 നിന്നാണ് 73-74 വന്നേക്കുന്നത്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിരിക്കുക. സൗണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ട്. പോകുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമുണ്ടോ? ഇപ്പൊ 81 എന്ന് പറയുന്ന ആർട്ടിക്കിൾ അത് DPSPക്ക് അകത്ത് വരുന്നതാണ്. ഇത് ഏത് പാർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മൾ ഈ പറയുന്നത്? 4ാമത്തെ പാർട്ട്. ഫോറയാണ്. പാർട്ട് 4 കേട്ടോ. പാർട്ട് 4 നമ്മൾ ഈ പറയുന്നതൊക്കെ. ഓക്കെ, ഇനി 4A എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. 4A നിങ്ങൾ ഈ റോമൻ നമ്പർ തന്നെ പഠിച്ചു വെക്കണം. ഈ പാർട്ടിന് റോമൻ നമ്പർ തന്നെ പഠിച്ചു വെക്കണം. കാരണം ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഈ പാർട്ട് ഏതാണ് അത് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. അപ്പം ഈ റോമൻ അക്കം അറിയാത്ത ആൾക്ക് ആ ആൻസർ കിട്ടില്ല. എന്ന് പറയുന്നത് 19-20. പാർട്ട് 20 ഏതാണെന്നാ ചോദിച്ചിരുന്നത്. കഴിഞ്ഞ ഈ എക്സാം ഇപ്പൊ 4 ദിവസം മുമ്പ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചേക്കുന്നതാ. ഓക്കെ, അതുകൊണ്ട് റോമൻ നമ്പറിൽ തന്നെ പാർട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി 4A എന്ന് പറഞ്ഞ പാർട്ടാണ് 51 പറഞ്ഞിരിക്കുന്ന 51A. അതെന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്? 42nd അമെന്റ്മെന്റ്. ഓക്കെ, 42nd അമെന്റ്മെന്റ് പ്രകാരം ആഡ് ചെയ്തതാണ് 51 എന്ന് പറയുന്നത്. 51A എന്ന് പറയുന്ന ഈ എയ്ക്കകത്ത് തന്നെ G എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിക്കകത്താണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എവരി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് മസ്റ്റ് പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് 51AGക്കകത്ത് പറഞ്ഞിട്ടുണ്ട് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചു വെക്കുക. ഏറ്റവും മിനിമം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ 31A എന്ന് പറയുന്നത് ലീഗൽ റൈറ്റ് ആണ്, അത് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 48A എന്ന് പറയുന്നത് DPSP ആണ്, അതിനകത്ത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്, പ്രധാനമായും ഹൗസ് ലോട്ടറിയും പറയുന്നുണ്ട്. ഇനി 51A എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. 51AGക്കകത്ത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അതൊരു പൗരന്റെ കടമയാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇത്രയാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ഈ ആർട്ടിക്കിൾസ് മറ്റ് ആർട്ടിക്കിൾസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓപ്ഷൻ സി അല്ലേ സാർ? ഓപ്ഷൻ ഓക്കെ നോക്കട്ടെ. 106ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലേ? ഓക്കെ, അപ്പൊ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 2 ആണ്. നമുക്ക് ഈ ക്വസ്റ്റിനകത്തും നമുക്ക് മനസ്സിലാവുന്ന കാര്യം റീസെന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റുകൾ, ഇപ്പൊ പ്രധാനപ്പെട്ട കുറെ അമെന്റ്മെന്റുകളുണ്ട്. നമ്മൾ താഴേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അകത്ത് ഡിസ്കസ് ചെയ്യും. പ്രധാനപ്പെട്ട കുറെ അമെന്റ്മെന്റുകളുണ്ട്. പക്ഷെ റീസെന്റ് ആയിട്ട് നമുക്കൊരു 101 മുതൽ 106 വരെയുള്ള ആകെ നമ്മുടെ ഈ ഭരണഘടന ഉണ്ടായതിനു ശേഷം 106 അമെന്റ്മെന്റുകളാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതറിയാലോ, 106 അമെന്റ്മെന്റുകൾ ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ 106 അമെന്റ്മെന്റിനകത്ത് കുറെയൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്, കുറെയൊക്കെ ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഒരു റീസെന്റ് ട്രെൻഡ് അനുസരിച്ചിട്ട് എല്ലാ PSC ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഒരു അമെന്റ്മെന്റ് ഉറപ്പായിട്ട് അവർ ചോദിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട അമെന്റ്മെന്റുകൾക്കകത്ത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട അമെന്റ്മെന്റുകളൊക്കെ പഠിച്ചു വെക്കുക. 1, 7, 24, പിന്നെ 39, 42, 44, 52. ഇതാണ് ഇപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ PSC പ്രിലിംസിനെ വെച്ചത്. പിന്നെ 82, 61, 69, 73, 74, 86, പിന്നെ 97, 99. ഇത്ര അമെന്റ്മെന്റുകൾ 100ന് മുമ്പുള്ള ഇത്ര അമെന്റ്മെന്റുകൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എന്താണ് അമെന്റ്മെന്റ് എന്ന് നോക്കി പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ വരുന്നത് 100ന് ശേഷമുള്ള എല്ലാ അമെന്റ്മെന്റുകളും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ നമുക്കൊരു ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇപ്പൊ 100ാമത്തെ അമെന്റ്മെന്റ് കിട്ടിയത് സെഞ്ചുറി എന്ന നിലയിൽ വേണേൽ പഠിച്ചു നോക്കാം. സ്ഥലം കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കുറച്ച് സ്ഥല കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആണ് 100. അതിനുശേഷമുള്ള എല്ലാം പഠിച്ചു വെക്കുക. 101 GST എന്ന് പഠിച്ചു വെക്കുക. 101ാമത്തത് GST കൊണ്ടുവന്നപ്പോൾ ഉള്ള അമെന്റ്മെന്റ് ആണ് 101ാമത്തെ അമെന്റ്മെന്റ്. ഓക്കെ,
102ാമത്തെ അമെന്റ്മെന്റ് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? 102 എന്ന് പറയുന്നത് നമ്മളുടെ ഒ ബി സിക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി കൊടുക്കുന്ന ആക്ട് ആണ്, അല്ലെങ്കിൽ അമെന്റ്മെന്റ് ആണ് 102ാമത്തെ. അതായത് ഒ.ബി.സിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പദവി. ഇതുവരെ ഇത് സ്റ്റാറ്റ്യൂട്ടറി ആണ്. ഓക്കെ, അതുവരെ ഒ.ബി.സി എന്തായിരുന്നു? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിരുന്നു. ഒ.ബി.സിയെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാക്കുന്ന അമെന്റ്മെന്റ് 2018 കേട്ടോ. 2018 102ാമത്തെ അമെന്റ്മെന്റ് വഴിയാണ് ഒ.ബി.സിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പദവി കൊടുത്തത്. ഓക്കെ, ഇനി 103ാമത്തത് ഇ.ഡബ്ല്യു.എസ് ആണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഇ.ഡബ്ല്യു.എസ്. അത് ഈ മൂന്നും ഈ ഡബ്ല്യു ഓർത്തിരിക്കാൻ പറ്റും. 3 തിരിച്ചിട്ട ഡബ്ല്യു ആയി. ഓക്കെ, 103ാമത്തത് ഇ.ഡബ്ല്യു.എസ് ഏർപ്പാടാക്കി. ഇ.ഡബ്ല്യു.എസ് എന്താണെന്നൊക്കെ അറിയാലോ. എല്ലാ സർക്കാർ ജോലികളിലും ഈ മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക്, ജനറൽ കാറ്റഗറിയിലെ എക്കോണമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്ക് റിസർവേഷൻ കൊടുക്കുമെന്ന് പറയുന്ന ആക്ട് ആണ് 103ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്. ഓക്കെ, പിന്നാണ് 104. 104 എന്ന് പറയുന്നത് ഈ നമ്മുടെ നിലവിൽ നമ്മുടെ ലോകസഭയിലും ഒക്കെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്കൊക്കെ റിസർവേഷൻ സീറ്റ് ഉണ്ടായിരുന്നു. ആ സീറ്റ് ഒഴിവാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആണ് 104ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. വെരി ഇമ്പോർട്ടന്റ്. 104ാമത്തെ അമെന്റ്മെന്റ് ആക്ട് ആണ് ആംഗ്ലോ ഇന്ത്യൻസിന് എന്ത് ഒഴിവാക്കി? റിസർവേഷൻ ഒഴിവാക്കി. ഇനി SC/STക്ക് റിസർവേഷൻ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തും കൊടുത്തു കേട്ടോ. ആംഗ്ലോ ഇന്ത്യന് ഒഴിവാക്കി റിസർവേഷൻ, SC/STക്ക് റിസർവേഷൻ എക്സ്റ്റെൻഡും ചെയ്തു. അതാണ് 104ാമത്തെ അമെന്റ്മെന്റ് ആക്ട്. ഓക്കെ, പിന്നെ 105 എന്ന് പറയുന്നത് ഒരു NCBC എന്ന് പറയും കേട്ടോ. NCBC അതായത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ആ ഒരു പട്ടിക തയ്യാറാക്കാനെ കൊണ്ടൊക്കെ വേണ്ടിയുള്ള ഒരു അമെന്റ്മെന്റ് ആണ് 105ാമത്. നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യന് കൊടുത്തിട്ടുള്ള അമെന്റ്മെന്റ് എന്ന് പറയുന്നത് 105 NCBC നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, 106ാമത്തെ അമെന്റ്മെന്റ്. നമ്മൾ 106 ചോദിച്ചേക്കുന്നത് അല്ലെ. 106ാമത്തെ അമെന്റ്മെന്റ്. ഓക്കെ, 106 എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. വുമൺസ് റിസർവേഷന് വേണ്ടി കൊണ്ടുവന്ന അമെന്റ്മെന്റ് ആണ്. ഓക്കെ, 105 എന്ന് പറയുന്നത് NCBC, അതായത് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല 105. അതായത് സാമൂഹിക ചില സ്റ്റേറ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു അമെന്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ 105ാമത്തെ അമെന്റ്മെന്റിനെ കാണുന്നത്. അതായത് സോഷ്യലി അല്ലെങ്കിൽ എക്കോണമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഇ.ഡബ്ല്യു.എസ് കൊണ്ടുവന്നില്ലേ. ഈ ഇ.ഡബ്ല്യു.എസ് പോലെ തന്നെ മറ്റൊരു സാധനമാണ് 105ാമത്തത്. സോഷ്യലി അല്ലെങ്കിൽ എക്കോണമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി കൊണ്ടുവന്ന അവർക്ക് റിസർവേഷൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു അമെന്റ്മെന്റ് ആണ് 105ാമത്തെ NCBC അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതത്ര ഇമ്പോർട്ടന്റ് അല്ല, ചോദിച്ചു കണ്ടിട്ടുമില്ല. ഓക്കെ, 106ഉം 103ഉം 101 ഇത് പ്രധാനമായിട്ട് പഠിച്ചു വെക്കുക. 102 ഈ ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി. ഒ.ബി.സിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തു. അതുവരെ ഒ.ബി.സി എന്തായിരുന്നു? സ്റ്റാറ്റ്യൂട്ടറി ആയിരുന്നു. അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്ന അമെന്റ്മെന്റ് ആണ് 102ാമത്തെ അമെന്റ്മെന്റ്. ഓക്കെ, 103 പഠിക്കാൻ എളുപ്പം. 3 വെച്ചിട്ട് ഡബ്ല്യു, ഇപ്പൊ ഇ.ഡബ്ല്യു.എസ് ആണ്. 104 റിസർവേഷൻ, ആംഗ്ലോ ഇന്ത്യൻസിന്റെ റിസർവേഷൻ ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്കറിയാം കേരള നിയമസഭയിൽ അടക്കം ആംഗ്ലോ ഇന്ത്യയിൽ നിന്നൊരു പ്രതിനിധി ഉണ്ടായിരുന്നു. ലോകസഭയിലും ഒരാളെ നോമിനേറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, ആ നോമിനേഷൻ ഒക്കെ നമ്മൾ അവസാനിപ്പിച്ചു. ആംഗ്ലോ ഇന്ത്യൻസ് അവർക്ക് സ്വാഭാവികമായും ഒരു റെപ്രസെന്റേഷൻ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവരുടെ റെപ്രസെന്റേഷൻ അവസാനിപ്പിച്ച, അല്ലെങ്കിൽ റിസർവേഷൻ അവസാനിപ്പിച്ച അമെന്റ്മെന്റ് ആക്ട് ആണ് 104ാമത്തെ അമെന്റ്മെന്റ് ആക്ട്. ഓക്കെ, അപ്പൊ ഇനി ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് 106ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴി താഴെ തന്നിരിക്കുന്നതിനകത്ത് എവിടേക്കാണ് മാറ്റം വന്നിട്ടുള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കിതൊരു വൈഡ് ഗസ്റ്റ് ആയിട്ട് ചിലപ്പോൾ എടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് ഇതിനകത്ത് എല്ലാ അമെന്റ്മെന്റിനകത്ത് ഏതൊക്കെ ആർട്ടിക്കിൾസിനകത്ത് മാറ്റം വന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഒരു വാക്ക് വെച്ചിട്ടേ നമുക്ക് ഇത് വെട്ടാൻ പറ്റത്തുള്ളൂ. സെപ്പറേറ്റ് റിസർവേഷൻ ഫോർ അതർ ബാക്ക്വേർഡ് വുമൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഗേൾസിന്റെ കാര്യം അങ്ങനെ പ്രത്യേകിച്ച് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസസിന് വേണ്ടിയുള്ള വുമൺസിന്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല.
കോമൺ ആയിട്ട് എല്ലാ വുമൻസിനും റിസർവേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് എവിടെ ലോകസഭയിലും രാജ്യസഭയിലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്കകത്ത് 33% റിസർവേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് പാസ്സാക്കിയ ആക്ട് ആണ്. അപ്പൊ ആ ശതമാനം പഠിച്ചു വെക്കുക. 33%. 33% റിസർവേഷൻ മസ്റ്റ് ആയിട്ടും എവിടെയൊക്കെ ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞ അമെന്റ്മെന്റ് ആക്ട് ആണ് 106ാമത്തെ അമെന്റ്മെന്റ് ആക്ട്. അതിനുവേണ്ടി ഇവർ കുറെ ഇപ്പൊ ഈ 239 330 332 മാത്രമല്ല 334 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 230 നോട്ട് വെച്ചോ കേട്ടോ. 234 234 334 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആർട്ടിക്കിൾസ് ആണ് ഇവർ ചേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വരാം. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് ഇത് വരാൻ പോകുന്നൊന്നുമില്ല. അതിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിനാണ് 2024 കഴിഞ്ഞ് 29 34 തെരഞ്ഞെടുപ്പ് 2034 തെരഞ്ഞെടുപ്പിലേക്ക് ചിലപ്പോൾ വുമൻസ് റിസർവേഷൻ 33% ഉയർത്തിയേക്കും. ഓക്കെ, എന്തായാലും നിയമം പാസ്സായി കഴിഞ്ഞു. പക്ഷെ ഇനി ഇതിന്റെ ബന്ധപ്പെട്ട സർക്കുലറും കാര്യങ്ങളും ഒക്കെ വന്ന് പുതിയ സർവേ ഒക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി ഏതൊക്കെ സീറ്റുകളാണ് വുമൻസിന് റിപ്രസെന്റേഷൻ കൊടുക്കേണ്ട റിസർവേഷൻ കൊടുക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ കുറെ വർഷങ്ങൾ എടുക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 20 സീറ്റ് കേരളത്തിലുണ്ടെന്ന് വിചാരിക്കുക. 20 സീറ്റിനകത്ത് ഏകദേശം ഒരു 5 സീറ്റ് അല്ലെങ്കിൽ 6 സീറ്റ് അവിടെ വുമൻസിന് മാത്രമേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ ഈ ആക്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ ഇപ്പം 140 നിയമസഭാ സീറ്റ് ഉണ്ട് കേരളത്തില്. ഈ 140 നിയമസഭാ സീറ്റില് ഏകദേശം 1/3 സീറ്റ് ഏകദേശം ഒരു 50 സീറ്റിന് അടുപ്പിച്ച് 45 സീറ്റിന് അടുപ്പിച്ച് വുമൻസിന് മാത്രമേ മത്സരിക്കാൻ പറ്റുന്ന സ്ഥിതി വരുത്തുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ഇതൊക്കെയാണ് ഈ ആക്ടിനകത്ത് പറയുന്നത്. അപ്പം 106ാമത്തെ അമെന്റ്മെന്റ് ആക്ട് പഠിച്ചു വെക്കുക. വുമൻസ് റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലോകസഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും വുമൻസിന് റിസർവേഷൻ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആക്ടാണ് 106ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട്. ഓക്കെ ആണല്ലോ. പിന്നെ ഇങ്ങനെ വട്ടത്തിലിട്ടേക്കുന്ന കാര്യം പഠിച്ചു നോക്കണം. ഇത്രയും ആർട്ടിക്കിൾസിന് മൾട്ടിപ്പിൾ തവണ PSC ചോദ്യം ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് 52 ചോദിച്ചെങ്കിൽ അതിന് മുമ്പിലത്തെ പരീക്ഷയ്ക്ക് 42 ചോദിച്ചത്. 44 മൾട്ടിപ്പിൾ തവണ ചോദിക്കാറുണ്ട്. 73 74 നമ്മൾ എപ്പോഴും കാണുന്നതാണ്. 99 ചോദിക്കാറുണ്ട്. 86 97 ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിന് വട്ടത്തിൽ എഴുതിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക. അപ്പൊ നമുക്ക് എല്ലാം കൂടെ പറയാൻ സമയമില്ലാതെ നമ്മൾ പറയാത്തത് കേട്ടോ.